जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടിയുടെ ഒരു ബുക്കുണ്ട്, മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ്. ആ ബുക്കിന്റെ ഓരോ പേജസിലും ഓരോരോ മുതിർന്ന ശിഷ്യന്മാര് അവര് പ്രഭുപാദുമായിട്ടുള്ള ആ ഒരു ഇടപെടലിൽ അതിൽ നിന്ന് അവർക്ക് കിട്ടിയ മെസ്സേജ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു ഡിവോട്ടിയാണ് ഹരിവിലാസ് പ്രഭു. അദ്ദേഹം പ്രഭുപാദ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പാരീസ് ഫ്രാൻസിലെ ഒരു ടെമ്പിളിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം പ്രഭുപാദ് പാരീസിൽ വന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്തു പ്രഭുപാദിന് വേണ്ടി. അപ്പം പ്രഭുപാദ് ഫസ്റ്റ് ഡേ വന്നേ ഉള്ളൂ. അപ്പം ഈ ഹരിവിലാസ് പ്രഭുവിനൊന്നും അത്ര പ്രഭുപാദിനെ അറിയത്തില്ല. അപ്പം ഈ പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്ത് പ്രഭുപാദ് ഇരിക്കുന്നു, ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഫ്രണ്ടിലിരുന്നു, കുറച്ച് റിപ്പോർട്ടേഴ്സൊക്കെ മുമ്പിലിരിക്കുകയായിരുന്നു. ഹരിവിലാസ് പ്രഭു ഘനശ്യാം ദാസ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മചാരിയുടെ കൂടെയാണ് ആ സമയത്ത് വന്നത്. അപ്പോൾ അദ്ദേഹം വന്ന് നോക്കുമ്പോഴത്തേനും നിറച്ച ആൾക്കാരിയ്ക്കുന്നു, പ്രഭുപാദ് ഫ്രണ്ടിലിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഡോറ് തുറന്നിട്ട്, അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എല്ലാവരോടും മാറാൻ പറഞ്ഞു. മാറി എല്ലാവരെയും മാറ്റി പ്രഭുപാദിന്റെ തൊട്ടടുത്ത് പോയിരുന്നു. പക്ഷെ കൂടെ വന്ന ഘനശ്യാം പ്രഭു വളരെ ഹമ്പിളായിട്ട് ആ ഡോറിന്റെ അടുത്ത് തന്നെ ഒതുങ്ങി ഇരുന്നു. അപ്പം അവിടെ ഒരു മുതിർന്ന ശിഷ്യനുണ്ട്, ലോചൻ ആനന്ദ എന്ന് പറഞ്ഞൊരു ശിഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന് പ്രഭുപാദുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പൊ അദ്ദേഹം ഓരോരോ ഈ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് പ്രഭുപാദിന്റെ അടുത്ത്, ഇന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഹരിവിലാസ് പ്രഭുവിന്റെ ഇതെത്തിയപ്പം ഇതാണ് ഹരിവിലാസ് ദാസ് എന്ന് പറഞ്ഞു, ഇത് നമ്മുടെ ഈ ടെമ്പിൾ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. പ്രഭുപാദ് പക്ഷെ നോക്കിയതേ ഇല്ല, നോക്കിയതും ഇല്ല, ഇങ്ങനെ തലയൊന്നും ആട്ടുക പോലും ചെയ്തില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഇത് തോന്നി, എന്തുകൊണ്ട് പ്രഭുപാദ് എന്നെ നോക്കാത്തത് എന്നുള്ളൊരു ഭയം തോന്നി. പിന്നെ അദ്ദേഹത്തിന് ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഘനശ്യാം പ്രഭുവിന്റെ അടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഘനശ്യാം ദാസ്, അദ്ദേഹം പ്രഭുപാദിന്റെ ബുക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പെട്ടെന്ന് നോക്കിയിട്ട് അദ്ദേഹം എവിടെയാണ്, കാണുന്നില്ലല്ലോ, എഴുന്നേറ്റ് നിൽക്കാൻ പറയൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഘനശ്യാം പ്രഭുവിനോട് അങ്ങ് പാക്കിലാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. പ്രഭുപാദ് അദ്ദേഹത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, വളരെ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഈ ഹരിവിലാസ് പ്രഭു അടുത്തിരിക്കുക, അദ്ദേഹത്തിന് തോന്നി തന്നെ മൈൻഡേ ചെയ്തില്ല. പക്ഷെ അതേസമയം ഘനശ്യാം പ്രഭുവിനെ വിളിക്കുകയും അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ പ്രഭുപാദ് ചെയ്തു. അതെന്താണെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ലോചനന്ദ പ്രഭു പറഞ്ഞു, നമ്മളൊരു പുതിയൊരു ടെമ്പിള് ഈ പാരീസിൽ പുതിയൊരു ടെമ്പിള് കണ്ടുപിടിച്ചൊരു ലാൻഡ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ബിൽഡിംഗ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു, വാടകയ്ക്ക് തന്നെ. അപ്പോഴാണ് പ്രഭുപാദ് ഹരിവിലാസിനെ നോക്കുന്നത്. ഹരിവിലാസ് പ്രഭുവിനെ നോക്കിയിട്ട് ചോദിച്ചു, എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന് ചോദിച്ചു. അപ്പം ഹരിവിലാസ് പ്രഭു പറഞ്ഞു, അത് അത്ര ദൂരമൊന്നുമില്ല പ്രഭുപാദ്, അടുത്ത് തന്നെയാണെന്ന് വെച്ചു. അപ്പൊ പ്രഭുപാദ് ചോദിച്ചു, ശരി കാറിൽ എത്ര ദൂരം സഞ്ചരിക്കണം അവിടെ എത്തണം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 45 മിനിറ്റ്. പിന്നെ വീണ്ടും പ്രഭുപാദ് ചോദിച്ചു, ട്രെയിനിൽ എത്ര നേരം എടുക്കും അവിടെ എത്താനെന്ന് ചോദിച്ചു. അപ്പം ഹരിവിലാസ് പ്രഭു പറഞ്ഞു, ട്രെയിനിലൂടെ പോവാണ്. അപ്പോഴദ്ദേഹത്തിന് ഒരു ഇതായി, എന്തോ പ്രഭുപാദ് മീനിങ് ചോദിക്കുവാണോ എന്നുള്ളൊരിത് തോന്നി. അപ്പോൾ 1 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് ഒരു നിരാശനായ പോലെ, അത് വളരെ ദൂരമാണ് എന്നുള്ള പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പ്രഭുപാദ് തന്നെ കറക്റ്റ് ചെയ്യാണ് എന്നുള്ളത് മനസ്സിലായത്. ആദ്യം ഞാനൊരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചാണ് അദ്ദേഹം എല്ലാവരെയും വകഞ്ഞു മാറ്റി പ്രഭുപാദിന്റെ അടുത്തെത്തിയത്. അപ്പൊ പ്രഭുപാദ് അദ്ദേഹത്തിനെ മൈൻഡേ ചെയ്തില്ല. അപ്പം പ്രാധാന്യം ഇല്ല എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. 2, അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് ആണ്, അദ്ദേഹം ഏറ്റവും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കും, എല്ലാവരെക്കാട്ടിലും ബുദ്ധിമാനാണ് ഞാൻ എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അതല്ല, തന്റെ തീരുമാനം തെറ്റായിരുന്നു, അത്രയും ദൂരെ ഒരു ടെമ്പിള് എടുത്തത് തെറ്റായിരുന്നു എന്നുള്ളത് പ്രഭുപാദ് അദ്ദേഹത്തിന്
മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ മിഥ്യാധാരണ, ഞാൻ പ്രാധാന്യമുള്ള വ്യക്തിയാണ്, ഞാൻ ബുദ്ധിശാലിയായ വ്യക്തിയാണ് എന്നുള്ള മിഥ്യാധാരണ പ്രഭുപാദ ഇതാക്കി. അതിനകത്ത് ഹരിവിലാസ് പ്രഭു പറയുന്നത് ഒരു കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പം ആചാര്യന്മാരത് കാണുന്നത് നമ്മുടെ ഉള്ള ഞാനെന്ന ഭാവം അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. അത് പ്രഭുപാദൻ കാരുണ്യം കൊണ്ടാണ് അത് നമ്മളെ അത് കറക്റ്റ് ചെയ്ത് തന്നത് എന്നുള്ളത് അദ്ദേഹം നന്ദിയോടുകൂടി ഓർക്കുന്നു.